Welcome to my class. Our new section, more pairs. First question. There are 50 mangoes in a basket, 20 of which are unripe. Another basket contains 40 mangoes with 15 unripe. If we take one mango from each basket, what is the probability of both being ripe? Second one, what is the probability of getting at least one ripe mango? Third question, what is the probability of both being unripe? അതായത് ഒരു ബാസ്ക്കറ്റിൽ 50 മാംഗോസ് ഉണ്ട്, അതിൽ 20 എണ്ണം അൺറൈപ്പ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 20 എണ്ണം അപക്വമായത്, ദാറ്റ് മീൻസ് പഴുക്കാത്ത തരത്തിലുള്ള മാംഗോസ് ആണ്. രണ്ട് ബാസ്ക്കറ്റാണുള്ളത്. ആ രണ്ട് ബാസ്ക്കറ്റിൽ ആദ്യത്തെ ബാസ്ക്കറ്റിൽ 50 മാംഗോസും രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ 40 മാംഗോസും ആണുള്ളത്. ഇതിൽ ഫസ്റ്റ് ബാസ്ക്കറ്റിൽ 20 മാംഗോസ് അൺറൈപ്പ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 20 മാംഗോസ് അൺറൈപ്പ് ആണ് എന്ന് പറയുമ്പോൾ 50യിൽ നിന്ന് 20 പോയി കഴിഞ്ഞാൽ ബാക്കി 30 ആണ്. സോ 30 റൈപ്പ് മാംഗോസ്, പഴുത്ത മാംഗോസ് ആണെന്നും 20 എന്ന് പറയുന്നത് അൺറൈപ്പ് മാംഗോസ് ആണ് എന്നുമാണ് ഫസ്റ്റ് ബാസ്ക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ സെക്കൻഡ് ബാസ്ക്കറ്റിൽ 40 മാംഗോസ് ആണുള്ളത്, അതിൽ 15 അൺറൈപ്പ് ആണ്. ദാറ്റ് മീൻസ് 15 അൺറൈപ്പ് ആണ് എന്നുള്ളതിനർത്ഥം 40 മൈനസ് 15, ദാറ്റ് ഈസ് 25 മാംഗോസ് റൈപ്പ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ആദ്യത്തെ ബാസ്ക്കറ്റിൽ 50 മാംഗോസ് ഉണ്ട്, അതിൽ 30 റൈപ്പും 20 അൺറൈപ്പും ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ബാസ്ക്കറ്റിൽ 40 മാംഗോസ് ആണ് ടോട്ടൽ ആയിട്ടുള്ളത്, അതിൽ 25 റൈപ്പ് മാംഗോസും 15 അൺറൈപ്പ് മാംഗോസും ഉണ്ട്. ഓക്കെ, ദെൻ ഇത് ഫസ്റ്റ് ബാസ്ക്കറ്റ് ആണ്. നെക്സ്റ്റ് വൺ സെക്കൻഡ് ബാസ്ക്കറ്റ് ആണ്. ഇനി പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് റൈപ്പ്. ഇതിൽ രണ്ട് ബാസ്ക്കറ്റിൽ നിന്നും ചൂസ് ചെയ്യുമ്പോൾ റൈപ്പ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം probability of an event is equal to number of favorable outcomes by total number of favorable outcomes ആണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ബാസ്ക്കറ്റിൻ്റെയും പ്രോബബിലിറ്റി നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്താണെന്ന് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ ഇവിടെ 50 മാംഗോസും 40 മാംഗോസും ആണുള്ളത്. ദാറ്റ് മീൻസ് 50 into 40 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്. ഓക്കെ, total number of favorable outcomes is equal to ഫിഫ്റ്റിയും 40 ആണുള്ളത്. ദാറ്റ് മീൻസ് 50 into 40 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ആയിട്ട് വരിക. ദാറ്റ് ഈസ് 50 into 40 is equal to 2000. So total number of favorable outcomes is equal to 2000 ആണ് എന്ന് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടും റൈപ്പ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളതാണ്. ഇവിടെ റൈപ്പ് ആവാനുള്ള പ്രോബബിലിറ്റി ഫസ്റ്റ് വണ്ണിൽ 30യും സെക്കൻഡ് വണ്ണിൽ 25 ആണ്. സോ റൈപ്പ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ probability of ripe mangoes is equal to number of favorable outcomes by total number of favorable outcomes. Number of favorable outcomes എന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യത്തേൽ 30യും രണ്ടാമത്തേതിൽ 25 ആണ്. സോ 30 into 25 ആണ് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ആയിട്ട് വരിക. ഓക്കെ, രണ്ടും റൈപ്പ് ആവാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. സോ റൈപ്പ് മാംഗോസ് ഫസ്റ്റിൽ 30യും സെക്കൻഡ് വണ്ണിൽ 25 ആണ്. സോ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഇസ് ഈക്വൽ ടു 30 into 25 ആയിട്ട് വരും, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ദാറ്റ് ഈസ് 2000. ഓക്കെ, 30 into 25 ദാറ്റ് ഈസ് 750 ഡിവൈഡഡ് ബൈ 2000 എന്ന് എഴുതാം. ക്ലിയർ ആയില്ലേ? സോ റൈപ്പ് മാംഗോസ് ഇസ് ഈക്വൽ ടു probability of ripe mangoes is equal to 750 divided by 2000, that is 75 by 200 എന്ന് എഴുതാം. 25 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 3/8 എന്ന് എഴുതാം. ഓക്കെ, So probability of ripe mangoes is equal to
3/8 എന്ന് കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 റൈപ്പ് മാംഗോ. 2 ബാസ്ക്കറ്റിൽ നിന്നും ഒരെണ്ണമെങ്കിലും റൈപ്പ് മാംഗോ ആകാനുള്ള പ്രോബിലിറ്റി ആണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഒരെണ്ണമെങ്കിലും റൈപ്പ് മാംഗോ ആവുക എന്നുള്ളതിനർത്ഥം 2ൽ നിന്നും റൈപ്പ് മാംഗോ ആവുന്ന രീതിയിൽ, ദാറ്റ് മീൻസ് 30യും 25 ആകാനുള്ള പ്രോബിലിറ്റിയും, അതിനോടൊപ്പം തന്നെ ആദ്യത്തേതിൽ നിന്ന് റൈപ്പും രണ്ടാമത്തേതിൽ നിന്ന് അൺറൈപ്പ് ആവാനുള്ള ചാൻസും, ഇനി ആദ്യത്തേതിൽ അൺറൈപ്പും രണ്ടാമത്തേതിൽ റൈപ്പ് ആവാനുള്ള ചാൻസും ഉണ്ട്. ശരിയല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഒരെണ്ണമെങ്കിലും റൈപ്പ് ആവണം എന്നേ പറഞ്ഞുള്ളൂ. ഒന്നുകിൽ ഇത് രണ്ടും എടുക്കാം, അപ്പൊ രണ്ടും റൈപ്പ് ആവുന്നത് കൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് 1 റൈപ്പ് മാംഗോ എന്നുള്ളത് കറക്റ്റ് ആവും. ഇനി ആദ്യത്തേതിൽ നിന്ന് റൈപ്പും രണ്ടാമത്തേതിൽ നിന്ന് അൺറൈപ്പ് എന്ന് പറയുമ്പോഴും അവിടെയും എന്ത് സംഭവിക്കും? ഒരെണ്ണമെങ്കിലും റൈപ്പ് എന്നുള്ള കേസ് വന്നു. ഇനി ആദ്യത്തേതിൽ അൺറൈപ്പും രണ്ടാമത്തേതിൽ റൈപ്പും എന്നെടുക്കുമ്പോഴും ഒരെണ്ണമെങ്കിലും റൈപ്പ് ആവാനുള്ള പ്രോബിലിറ്റിയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, സോ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 റൈപ്പ് മാംഗോ എന്നുള്ളതിൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്നുള്ള ഫോമിലേക്ക് നമുക്ക് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്താണ് എന്നുള്ളത് നോക്കാം. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു രണ്ടും റൈപ്പ് ആവാനുള്ള ചാൻസ്, ദാറ്റ് മീൻസ് 30 × 25 ആവാം. അതിനോടൊപ്പം തന്നെ 30, 15 ആവാം. ഒന്ന് റൈപ്പും ഒന്ന് അൺറൈപ്പും ആയിട്ട് വരാം. ദാറ്റ് മീൻസ് 30 × 15 ആവാം. അതല്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തേതിൽ അൺറൈപ്പും പിന്നത്തേതിൽ റൈപ്പും ആവാം. ദാറ്റ് മീൻസ് 20 × 25 ആവാം. ഓക്കെ, ഒരെണ്ണമെങ്കിലും റൈപ്പ് ആവാനുള്ള പ്രോബിലിറ്റി എന്ന് ചോദിക്കുമ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഇസ് ഈക്വൽ ടു 30 × 25 പ്ലസ് 30 × 15 പ്ലസ് 20 × 25 എന്ന് കിട്ടി. അതിനർത്ഥം 30 × 25 ദാറ്റ് ഈസ് 750 പ്ലസ് 30 × 15 ദാറ്റ് ഈസ് 450 പ്ലസ് 20 × 25 ദാറ്റ് ഈസ് 500. That is equal to 1700. ഓക്കെ, അപ്പോൾ ഒരെണ്ണമെങ്കിലും റൈപ്പ് ആവാനുള്ള പ്രോബിലിറ്റി എന്നുള്ളതിൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഇസ് ഈക്വൽ ടു 1700 എന്ന് കിട്ടി. നമുക്ക് പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 റൈപ്പ് മാംഗോ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്. That is number of favorable outcomes 1700 divided by total number of favorable outcomes, that is 2000. So 1700 divided by 2000 is that is equal to 17/20 എന്ന്. ക്ലിയർ ആയില്ലേ? അപ്പോൾ പ്രോബിലിറ്റി ഓഫ് റൈപ്പ് മാംഗോ ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ 2ൽ നിന്നും റൈപ്പ് ആവാനുള്ള ചാൻസ് ആണ്. ദാറ്റ് മീൻസ് ആദ്യത്തേതിൽ നിന്നും രണ്ടാമത്തേതിൽ നിന്നും റൈപ്പ് മാത്രം ചൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് 30യും 25ഉം ചൂസ് ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത് പ്രോബിലിറ്റി ഓഫ് റൈപ്പ് മാംഗോ ഇസ് ഈക്വൽ ടു 750 divided by 2000 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/8 എന്ന് എഴുതിയത്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 റൈപ്പ് മാംഗോ എന്നുള്ളതാണ്. അപ്പോൾ 2ൽ നിന്നും റൈപ്പ് എടുത്തു, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു റൈപ്പും ഫസ്റ്റിൽ നിന്ന് റൈപ്പും സെക്കൻഡിൽ നിന്ന് അൺറൈപ്പും എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ നിന്ന് അൺറൈപ്പും സെക്കൻഡിൽ നിന്ന് റൈപ്പും എടുക്കാം. That is number of favorable outcomes is equal to 1700. So probability of getting at least 1 ripe mango is equal to 1700 by 2000. That is equal to 17/20 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന തേർഡ് ക്വസ്റ്റ്യൻ പ്രോബിലിറ്റി ഓഫ് അൺറൈപ്പ് മാംഗോ എന്നുള്ളതാണ്. അൺറൈപ്പ് മാംഗോ എന്നുള്ളതിനർത്ഥം 2ൽ നിന്നും അൺറൈപ്പ് ആകാനുള്ള പ്രോബിലിറ്റി ആണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് അൺറൈപ്പ് ആകാനുള്ള പ്രോബിലിറ്റി 20യും സെക്കൻഡ് ബാസ്ക്കറ്റിൽ 15ഉം ആണ്. സോ അൺറൈപ്പ് ആകാനുള്ള പ്രോബിലിറ്റി 20യും 15ഉം ആയതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഇസ് ഈക്വൽ ടു 20 × 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 300 എന്ന് കിട്ടി. ഓക്കെ, ഇനി പ്രോബിലിറ്റി ഓഫ് unripe mango is equal to number of favorable outcomes, that is 300 divided by total number of favorable outcomes, that is equal to 2000. That is 300 by 2000 is equal to 3/20. Okay, അതായത്
പ്രോബബിലിറ്റി ഓഫ് റൈപ്പ് മാംഗോ ആണ് ചോദിക്കുന്നതെങ്കിൽ രണ്ടിൽ നിന്നും റൈപ്പ് ആവാനുള്ള പ്രോബബിലിറ്റി നമുക്ക് എടുക്കാം. പ്രോബബിലിറ്റി ഓഫ് അൺറൈപ്പ് മാംഗോ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നതെങ്കിൽ രണ്ടിൽ നിന്നും അൺറൈപ്പ് ആവാനുള്ള പ്രോബബിലിറ്റി എടുക്കാം. 20 × 15 എന്ന് എടുക്കാം. ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ്. ഇവിടെ 50യും ഇവിടെ 40 മാംഗോസും ഉള്ളത്. സോ 2000 ഡിവൈഡ് ബൈ 2000 എടുക്കാം. ദാറ്റ് ഈസ് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് റൈപ്പ് മാംഗോ ഇസ് ഈക്വൽ ടു 3/8 എന്നും പ്രോബബിലിറ്റി ഓഫ് അൺറൈപ്പ് മാംഗോ ഇസ് ഈക്വൽ ടു 3/20 എന്നും കിട്ടി. ഇനി നമ്മളോട് രണ്ടാമതായി ചോദിച്ചിരുന്നത് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 റൈപ്പ് മാംഗോ എന്നായിരുന്നു. അതായത് രണ്ടിൽ നിന്നും റൈപ്പ് ആവാം, അല്ലെങ്കിൽ ഫസ്റ്റിൽ റൈപ്പും സെക്കൻഡിൽ അൺറൈപ്പും ആവാം, ഫസ്റ്റിലെ അൺറൈപ്പും സെക്കൻഡിൽ റൈപ്പും ആവാം. ദാറ്റ് ഈസ് 1700 ആണ് നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ് ആയി കിട്ടിയത്. സോ പ്രോബബിലിറ്റി ഓഫ് getting at least 1 ripe mango is equal to 17/20. Okay. Next we move to our exercise questions. Page number 78. Question number 1. In class 10A, there are 30 boys and 20 girls. In 10B, there are 15 boys and 25 girls. One student is to be selected from each class. What is the probability of both being girls? What is the probability of both being boys? Third question, what is the probability of one boy and one girl? Fourth question, what is the probability of at least one boy? അതായത് 10A ക്ലാസ്സിൽ 30 ബോയ്സും 20 ഗേൾസും ആണുള്ളത്. 10Bയിൽ 15 ബോയ്സും 25 ഗേൾസും ഉണ്ട്. ഒരു കുട്ടിയെ ഒരു ക്ലാസ്സിൽ നിന്നും സെലക്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ചോദിച്ചിരിക്കുന്ന 4 സബ് ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? എല്ലാം പെൺകുട്ടികളാവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അതായത് ആദ്യത്തെ ക്ലാസ്സിൽ നിന്നും രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്നും സെലക്ട് ചെയ്യുന്നതിൽ ഗേൾ ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം probability of an event is equal to number of favorable outcomes by total number of favorable outcomes ആണ് എന്നുള്ളത്. ശരിയല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഇതിൽ ആദ്യത്തെ 10Aയിൽ 30 + 20 50 സ്റ്റുഡൻസ് ആണുള്ളത്. ഓക്കെ, then 10Bയിൽ 15 + 25 that is 40 സ്റ്റുഡൻസ് ഉണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 10Aയിൽ 50 സ്റ്റുഡൻസും 10Bയിൽ 40 സ്റ്റുഡൻസും. ദാറ്റ് മീൻസ് 50 × 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 2000 ആണ് എന്നുള്ളത്. ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ സബ് ക്വസ്റ്റ്യനിൽ പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത് എല്ലാം ഗേൾസ് ആവാനുള്ള, പെൺകുട്ടികളാവാനുള്ള പ്രോബബിലിറ്റി ആണ് അല്ലേ? അപ്പോൾ ആദ്യത്തേതിൽ ഗേൾസ് എന്ന് പറയുന്നത് 20യും രണ്ടാമത്തേതിൽ ഗേൾസ് എന്ന് പറയുന്നത് 25 ആണ്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഗേൾ ആവാനുള്ള പ്രോബബിലിറ്റിയിൽ നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 20യും 25ഉം. ദാറ്റ് മീൻസ് 20 × 25 ആണെന്ന്. ശരിയല്ലേ? 20 × 25 എന്തായിരിക്കും? 500 ആയിരിക്കും. ശരിയല്ലേ? സോ നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 20 × 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 500 ആണ് എന്ന് കിട്ടി. ഇനി പ്രോബബിലിറ്റി ഓഫ് ഗേൾ ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 500 ഡിവൈഡഡ് ബൈ 2000 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/20. 5/20 എങ്ങനെ എഴുതാം നമുക്ക്? 5നും 20യും എന്ന് പറയുന്നത് 5ന്റെ മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് തന്നെ 1/4 എന്ന് എഴുതാം. ക്ലിയർ ആയില്ലേ? രണ്ടിൽ നിന്നും ഗേൾ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് ഗേൾസ് എന്ന് പറയുന്നത് ആദ്യത്തേതിൽ 20 ആണ്, രണ്ടാമത്തേതിൽ 25 ആണ്. സോ നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ് 20 × 25. ഇനി പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ് 20 × 25 എന്ന് പറയുന്നത് 500 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ് 2000. 500/2000 ആണ് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്? രണ്ടും ബോയ്സ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളതാണ്.
ബോയ്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തേതിൽ 30യും 10Bയിൽ 15 ബോയ്സും ആണുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യത്തേതിൽ 30 ബോയ്സും രണ്ടാമത്തേതിൽ 50 ബോയ്സും. ദാറ്റ് മീൻസ് 30 into 15 that is equal to 450 ആണ് എന്ന് കിട്ടി. ഓക്കെ, ഇനി ബോയ്സ് ആവാനുള്ള പ്രോബബിലിറ്റി that is equal to number of favorable outcomes 450 divided by 2000 എന്നാണ്. ക്ലിയർ ആയില്ലേ? that is 45 by 200. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് ചെറിയ ഫ്രാക്ഷനിലേക്ക് ഈക്വലന്റ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ 45 by 200 എന്ന് എഴുതിയാലും മതി. സോ ബോയ്സ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 450 ഡിവൈഡഡ് ബൈ 2000 ദാറ്റ് ഈസ് ഈക്വൽ ടു 45 by 200. ഓക്കെ, then third question, what is the probability of one boy and one girl? ഇതിൽ നിന്ന് ചൂസ് ചെയ്യുന്ന കുട്ടികളിൽ ഒരു ബോയും ഒരു ഗേളും ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒരു ബോയും ഒരു ഗേളും ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 10A ക്ലാസ്സിൽ നിന്ന് ബോയെ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ 10B ക്ലാസ്സിൽ നിന്ന് ഗേളിനെ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതല്ല എന്നുണ്ടെങ്കിലോ 10A ക്ലാസ്സിൽ നിന്ന് ഗേളിനെ ചൂസ് ചെയ്യാം, 10Bയിൽ നിന്ന് ബോയിനെ ചൂസ് ചെയ്യാം. ക്ലിയർ ആയില്ലേ? ഒരു ബോയും ഒരു ഗേളും ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തേതിൽ ബോയാണ് എടുക്കുന്നതെങ്കിൽ രണ്ടാമത്തേതിൽ ഗേളിനെ എടുക്കാം, ആദ്യത്തേതിൽ ഗേളിനെ ആണ് എടുക്കുന്നതെങ്കിൽ രണ്ടാമത്തേതിൽ ബോയിനെ എടുക്കാം. ഇതാണ് ഒരു ബോയും ഒരു ഗേളും ആവാനുള്ള പ്രോബബിലിറ്റി. അതായത് 30 into 25 plus 20 into 50. Clear ആയില്ലേ? 30 into 25 that is equal to 750 എന്നും 20 into 15 that is equal to 300. 750 plus 300 that is 1050 എന്ന് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഒരു ബോയും ഒരു ഗേളും ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളതാണ്. Probability is equal to number of favorable outcomes that is 1050 divided by total number of favorable outcomes that is equal to 200. 0 zeros cancel ചെയ്യാം. That is equal to 105 divided by 200. Okay. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് വൺ ബോയ് ആൻഡ് വൺ ഗേൾ എന്ന് പറയുമ്പോൾ 105 divided by 200 എന്ന് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ബോയ്? നമ്മൾ ചൂസ് ചെയ്യുന്ന കുട്ടികളിൽ ഒരെണ്ണമെങ്കിലും ആൺകുട്ടി ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ചൂസ് ചെയ്യുന്ന കുട്ടികളിൽ എല്ലാം ആൺകുട്ടി ആവാം, അതല്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തേതിൽ ആൺകുട്ടിയും രണ്ടാമത്തേതിൽ പെൺകുട്ടിയും ആകാം, അതല്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തേതിൽ പെൺകുട്ടിയും രണ്ടാമത്തേതിൽ ആൺകുട്ടിയാവും. എങ്ങനെയായാലും ഒരെണ്ണമെങ്കിലും ആൺകുട്ടി ആവണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ബോയ്? ഒരെണ്ണമെങ്കിലും ആൺകുട്ടി ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നാണ് നോക്കാം. ഒരെണ്ണമെങ്കിലും ആൺകുട്ടി എന്ന് പറയുമ്പോൾ എല്ലാം ആൺകുട്ടികളാവാം. ദാറ്റ് മീൻസ് 30യും 15ഉം 30 into 15 ആവാം, എല്ലാം ആൺകുട്ടികളാവാം. അതല്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തേതിൽ ആൺകുട്ടിയും രണ്ടാമത്തേതിൽ പെൺകുട്ടിയാവാം. 30 into 25 ഒരെണ്ണമെങ്കിലും ആവണം എന്നല്ലേ ഉള്ളൂ. ആദ്യത്തേത് നമ്മൾ ആൺകുട്ടി ചൂസ് ചെയ്തിട്ടുണ്ട്, സോ 30 into 25 ആവാം. അതല്ല എന്നുണ്ടെങ്കിൽ 20 into 15 ആവാം. ആദ്യത്തേതിൽ പെൺകുട്ടിയും രണ്ടാമത്തേതിൽ ആൺകുട്ടി എന്നുള്ള രീതിയിൽ 20 into 15 എടുക്കാം. 30 into 15 that is equal to 450. 30 into 25 plus 20 into 15 that is equal to 1050 എന്ന് നമ്മൾ കണ്ടിരുന്നു. That is equal to 1500 എന്ന് കിട്ടി. അതായത് ഒരെണ്ണമെങ്കിലും ആൺകുട്ടി ആവാനുള്ള പ്രോബബിലിറ്റിയിൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 1500 ആണ് എന്ന് കിട്ടി. So probability of at least one boy is equal to number of favorable outcomes, that is 1500 divided by total number of favorable outcomes
2000. So 1500 divided by 2000 is equal to 15 by 20. ക്ലിയർ ആയില്ലേ? നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു? ആദ്യമായിട്ട് എല്ലാം പെൺകുട്ടികളാവാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നതാണ്. എല്ലാം പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ രണ്ടിൽ നിന്നും ഗേൾസ് ചൂസ് ചെയ്യാം. 20യും 25ഉം ആയിരിക്കും നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ്. ഇനി എല്ലാം ആൺകുട്ടികളാവാനുള്ള പ്രോബബിലിറ്റി ചോദിക്കുമ്പോൾ ആദ്യത്തേതിൽ നിന്ന് ബോയ് എടുത്തു, രണ്ടാമത്തേതിൽ നിന്നും ബോയ് എടുത്തു. അതാണ് നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ്. ഇനി ഒരു ബോയും ഒരു ഗേളും ആവാനുള്ള പ്രോബബിലിറ്റി ആദ്യത്തെ ബോയും രണ്ടാമത്തെ ഗേളും. അതിനോടൊപ്പം തന്നെ ആദ്യത്തെ ഗേളും രണ്ടാമത്തത് ബോയും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫോർത്ത് ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്നുള്ളതാണ്. ഒരെണ്ണമെങ്കിലും ആൺകുട്ടി ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടും ആൺകുട്ടികളാവാം. ദാറ്റ് മീൻസ് 30യും 15ഉം ആവാം. അതല്ലാന്നുണ്ടെങ്കിലോ ആദ്യത്തെ ബോയും രണ്ടാമത്തെ ഗേളും, അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഗേളും രണ്ടാമത്തെ ബോയും എല്ലാം കൂടി ചേർന്നിട്ട് 1500 എന്നായി. സോ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബോയ് is equal to 1500 by 2000. That is equal to 15 by 20 എന്ന് കിട്ടി. ക്ലിയർ ആയില്ലേ? Then second question, one is asked to say a 2-digit number. What is the probability of both digits being the same? What is the probability of the first digit being larger? Third one, what is the probability of the first digit being smaller? അതായത് ഒരു 2-digit നമ്പർ ചോദിക്കുകയാണ്. ആ 2-digit നമ്പറിൽ 2 ഡിജിറ്റ്സും സെയിം ആവാനുള്ള പ്രോബബിലിറ്റിയും ആദ്യത്തെ ഡിജിറ്റ് വലുതാവാനുള്ള പ്രോബബിലിറ്റിയും ആദ്യത്തെ ഡിജിറ്റ് ചെറുതാവാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളോട് 3 ക്വസ്റ്റ്യൻസിലായി ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം 2-digit നമ്പർ ഏറ്റവും ചെറിയ 2-digit നമ്പർ എന്ന് പറയുന്നത് 10 ആണെന്നും ഏറ്റവും വലിയ 2-digit നമ്പർ 99 ആണ് എന്ന്. ശരിയല്ലേ? 1 to 100 വരെയുള്ള നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ 1 to 9 വരെയുള്ള നമ്പേഴ്സ് 1-digit നമ്പറാണ്. 10 to 99 വരെയുള്ള നമ്പേഴ്സ് 2-digit നമ്പേഴ്സ് ആണ്. 100 എന്ന് പറയുന്നത് 3-digit നമ്പറാണ്. അപ്പോൾ 10 to 99 വരെയുള്ള നമ്പേഴ്സ് ആണ് 2-digit നമ്പേഴ്സ്. അതായത് അതിൻ്റെ ഇടയിൽ 90 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ശരിയല്ലേ? സോ ടോട്ടൽ നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 90 ആണ് എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? 2 ഡിജിറ്റ്സും സെയിം ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളതാണ്. നമുക്കറിയാം 10ല് 2 ഡിജിറ്റ്സും സെയിം അല്ല, 1ഉം 0യും ആണ്. 2 ഡിജിറ്റ്സും സെയിം അല്ല. അടുത്ത നമ്പർ 11 ആണ്. 11ല് 1ഉം 1ഉം ആണ് നമ്പേഴ്സ്, രണ്ടും സെയിം ആണ്. 12 എന്ന് പറയുമ്പോൾ സെയിം അല്ല. 13, 14, 19 ഒന്നും സെയിം അല്ല. 20 ഒന്നും സെയിം അല്ല. 21 അല്ല. നെക്സ്റ്റ് 22 എടുക്കുകയാണെങ്കിൽ രണ്ടും സെയിം ആണ്. അതേപോലെ തന്നെ 33, 44, 55, 66, 77, 88, 99. അതായത് ഇത്രയും നമ്പേഴ്സ് 11, 22, 33, 44, 55, 66, 77, 88, 99. അതായത് 9 നമ്പേഴ്സ് അവിടെ എന്തായിട്ട് വരികയാണ്? 2 ഡിജിറ്റ്സും സെയിം ആക്കിക്കൊണ്ടാണ് വരുന്നത് അല്ലേ? ഇപ്പോൾ 2 ഡിജിറ്റ്സും സെയിം ആവാനുള്ള പ്രോബബിലിറ്റിയിൽ നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ് ഇസ് ഈക്വൽ ടു 9 എന്നും ടോട്ടൽ നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ് 90 ആണ് എന്ന് കിട്ടി. 9 by 90 is equal to 1 by 10 എന്നുള്ളത്. ശരിയല്ലേ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 2 ഡിജിറ്റ്സിൽ ആദ്യത്തെ ഡിജിറ്റ് ആയിരിക്കണം വലുത് എന്നുള്ളതാണ്. ശരിയല്ലേ? അപ്പോൾ എന്തായിരിക്കും വരിക? ഇപ്പോൾ 10 ആണ് നമ്മുടെ ആദ്യ നമ്പർ, സ്മോളസ്റ്റ് 2-digit നമ്പർ 10 ആണ്. അതെടുത്തു. 10ൽ 2 ഡിജിറ്റ്സ് നോക്കി, 1ഉം 0യും ആണ്. 0നെക്കാളും വലുതാണ് 1. അതുകൊണ്ട് തന്നെ ആദ്യത്തെ നമ്പർ 10 ആക്കി എടുക്കാം. ദെൻ രണ്ടാമത്തെ നമ്പർ 11 ആണ്. 11ൽ എന്ത് സംഭവിക്കും? 2 ഡിജിറ്റ്സും സെയിം ആയി. ദെൻ 12 എടുക്കുമ്പോഴോ ആദ്യത്തെ നമ്പർ ചെറുതായി, അപ്പോൾ അത് പറ്റില്ല. ദെൻ 13 എടുക്കുമ്പോഴോ ആദ്യത്തെ നമ്പർ ചെറുതായി. ദാറ്റ് മീൻസ് 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 19 വരെയുള്ള നമ്പേഴ്സിൽ ആദ്യത്തെ നമ്പർ ചെറുതും രണ്ടാമത് വരുന്ന നമ്പർ വലുതുമായിട്ടാണ് കിടക്കുന്നത്. 11 മുതൽ 19 വരെയുള്ള നമ്പേഴ്സിൽ ആദ്യത്തെ നമ്പർ ചെറുതും രണ്ടാമത്തെ നമ്പർ വലുതുമാണ്. നമുക്ക് എങ്ങനെയാണ് വേണ്ടത്? ആദ്യത്തെ നമ്പർ വലുതും
രണ്ടാമത്തെ നമ്പർ ചെറുതുമായിട്ടാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ 10 to 19 വരെയുള്ള നമ്പേഴ്സിൽ 10 മാത്രമാണ് ഈ ഒരു കേസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്പർ എടുക്കുമ്പോൾ 20 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 20ൽ എന്ത് സംഭവിക്കും? 0-നേക്കാളും വലുതാണ് 2. അടുത്തതോ 21 1-നേക്കാളും വലുതാണ് 2. അപ്പോൾ അതും എടുക്കാം. ദെൻ 22 പറയുമ്പോഴും എന്ത് സംഭവിച്ചു? രണ്ടും സെയിം ആയി. 23 24 ഒന്നും പറ്റില്ല. അതായത് ആദ്യത്തെ നമ്പർ വലുതാക്കിക്കൊണ്ട് എന്ന് എടുക്കുന്ന സമയത്ത് 29 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് പറ്റില്ല. 9-നേക്കാളും ചെറുതാണ് 2 എന്നുള്ളത് കൊണ്ട് തന്നെ 29 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അടുത്തതായിട്ട് വരുന്നത് 30 ആണ്. 0-നേക്കാളും വലുതാണ് 3. ദെൻ 31 1-നേക്കാളും വലുതാണ് 3. 32 എടുക്കുമ്പോൾ 2-നേക്കാളും വലുതാണ് 3. ദെൻ 33 എടുക്കുമ്പോഴോ 2 ഡിജിറ്റ്സും സെയിം ആണ്. അതും നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ 39 വരെയുള്ള നമ്പേഴ്സ് ഇതേപോലെ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. സോ 40 എടുക്കാം. 40 എന്നിൽ 0-നേക്കാളും വലുതാണ് 4. 41 ആകുന്ന സമയത്ത് 1-നേക്കാളും വലുതാണ് 4. 42 ആണ് എടുക്കുന്നതെങ്കിൽ 2-നേക്കാളും വലുതാണ് 4. 43 ആണ് എടുക്കുന്നതെങ്കിൽ 3-നേക്കാളും വലുതാണ് 4. 44 എടുക്കുന്ന സമയത്ത് എന്താവും? 2 ഡിജിറ്റ്സും സെയിം ആയി. അതുകൊണ്ട് തന്നെ ആ നമ്പർ പറ്റില്ല. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണെങ്കിൽ, അതായത് 10 മുതൽ 99 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ ഇങ്ങനെ എഴുതി നോക്കിയാൽ ആദ്യത്തെ നമ്പർ വലുതും രണ്ടാമത്തെ നമ്പർ ചെറുതുമാകുന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 45 ആയിരിക്കും. മനസ്സിലായില്ലേ? ആദ്യത്തെ നമ്പർ വലുതാവാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് 45 നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഡിജിറ്റ് ലാർജർ, ദാറ്റ് മീൻസ് 45/90 that is equal to 1/2 എന്ന് എഴുതാം. ക്ലിയർ ആയില്ലേ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആദ്യത്തെ നമ്പർ ചെറുതും രണ്ടാമത്തെ നമ്പർ വലുതുമാണ് അല്ലേ? ആദ്യത്തെ നമ്പർ ചെറുതാവാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നതാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ നമ്പർ 10 ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഈ 10ൽ എന്താ സംഭവിക്കുക? ആദ്യത്തെ നമ്പർ വലുതായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ദെൻ 11 ആണ് എടുക്കുന്നതെങ്കിൽ 2 ഡിജിറ്റ്സും സെയിം ആണ്. അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ദെൻ 12 ആണ് എടുക്കുന്നതെങ്കിൽ ആദ്യത്തെ ഡിജിറ്റ് ചെറുതും രണ്ടാമത്തെ ഡിജിറ്റ് വലുതുമാണ്. നമുക്ക് വേണ്ടത് എന്താ? ആദ്യത്തെ ഡിജിറ്റ് ചെറുതായിക്കൊണ്ടുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഈ 12 നമുക്ക് കൺസിഡർ ചെയ്യാം. ദെൻ 13 ആണ് എടുക്കുന്നതെങ്കിൽ ആദ്യത്തെ നമ്പർ ചെറുതാണ്, രണ്ടാമത്തെ നമ്പർ വലുതാണ്. അതും ചൂസ് ചെയ്യാം. Then 14, 15, 16, 17, 18, 19 വരെയുള്ള പോസിബിലിറ്റീസ് എല്ലാം നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. അതായത് ആദ്യത്തെ നമ്പർ ചെറുതും രണ്ടാമത്തെ നമ്പർ വലുതുമായിട്ട് വരുന്ന കേസസ് ആണ് നമുക്ക് വേണ്ടത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? അങ്ങനെയുള്ള എത്ര കേസസ് നമുക്ക് കിട്ടും? 90ൽ 36 കേസസ് കിട്ടും. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഡിജിറ്റ് സ്മോളർ എന്ന് ചോദിക്കുമ്പോൾ നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ് ഇസ് ഈക്വൽ ടു 36 എന്ന ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ് 90 ആണ് എന്ന് കിട്ടി. 36/90 ഇസ് ഈക്വൽ ടു 2/5 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഡിജിറ്റ് സ്മോളർ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ് that is 36/90 that is equal to 2/5. Okay, clear ആയില്ലേ? Then next question number 3. Each 2-digit number is written on a paper slip and these are all put in a box. What is the probability that the product of the digits of a number drawn is a prime number? അതായത് ഒരു 2-digit നമ്പർ എഴുതിയ ഒരു പേപ്പർ സ്ലിപ്സ് ഒരു ബോക്സിലിടുകയാണ്. അതിൽ നിന്ന് ആ 2-digit നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് പ്രൈം നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 2-digit നമ്പേഴ്സ് എന്ന് പറയുന്നത് 10 മുതൽ 99 വരെയുള്ള നമ്പേഴ്സാണ് അല്ലേ? ദാറ്റ് മീൻസ് ടോട്ടൽ നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 90 ആണ് എന്ന് കിട്ടി. ഇനി 10 മുതൽ 99 വരെയുള്ള നമ്പേഴ്സിൽ ഡിജിറ്റ്സുകളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പ്രൈം ആവണം.
ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് 1 × 0 0 ആണ്, അത് പ്രൈം ആണ് അല്ല. അപ്പോൾ അത് പ്രൈം ആവാനുള്ള പോസിബിലിറ്റി, ദാറ്റ് മീൻസ് പ്രോബിലിറ്റി ആണ് നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞത്. എന്താണ് ഒരു പ്രൈം നമ്പർ? പ്രൈം നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, ദാറ്റ് മീൻസ് ഫാക്ടറൈസ് ചെയ്യുന്ന സമയത്ത് ആ നമ്പറും 1ഉം മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ട് ഉണ്ടാകാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ 2 ആണ് എടുക്കുന്നതെങ്കിൽ 2നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 1ഉം 2ഉം മാത്രമാണ് അവിടെ ഇരുന്ന ഫാക്ടേഴ്സ്. 3 ആകുമ്പോഴോ 1 × 3 3, ദാറ്റ് മീൻസ് 1ഉം 3ഉം മാത്രമാണ് ഫാക്ടേഴ്സ് ആയിട്ടുള്ളത്. 5 ആണ് എടുക്കുന്നതെങ്കിലോ 1ഉം 5ഉം മാത്രമാണ്. 4 ആണെങ്കിലോ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 1 × 4 എന്ന് എഴുതാം, 2 × 2 എന്ന് എഴുതാം. ശരിയല്ലേ? അതായത് 1 4 2 3 ഫാക്ടേഴ്സ് ആണ് അവിടെ വരുന്നത്. നമുക്ക് എന്താ വേണ്ടത്? 1ഉം 4ഉം മാത്രമേ ഉണ്ടാകാൻ പറ്റുള്ളൂ, പക്ഷെ ഒരു 2 കൂടിയുണ്ട്. അതായത് 4 എന്ന് പറയുന്നത് ഒരു പ്രൈം അല്ല. ദാറ്റ് മീൻസ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് എക്സാമ്പിൾസ് 2 3 5 7 11 13 then 17 19 അങ്ങനെ പോകുന്ന നമ്പേഴ്സാണ്. അപ്പോൾ ഈ കിട്ടുന്ന 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് പ്രൈം ആവണം എന്നുള്ളതിനർത്ഥം ഈ നമ്പേഴ്സാണ് അവിടെ വരേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ നമ്പർ 10 ആണ്. 10ന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 1 × 0 0 ആണ്. 11 ആണ് എടുക്കുന്നതെങ്കിലോ 1 × 1 1 ആണ്. 12 ആണ് എടുക്കുന്നതെങ്കിൽ 1 × 2 2 ആണ്. Then 13 1 × 3 3, 14 1 × 4 4. ഇങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ, 0 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ അല്ല, 1ഉം പ്രൈം അല്ല, 2 പ്രൈം ആണ്, 3 പ്രൈം ആണ്, 4 പ്രൈം അല്ല. അപ്പോൾ ഇതേ പ്രോസസ്സ്, അതായത് 10 മുതൽ 99 വരെയുള്ള 2 ഡിജിറ്റ് നമ്പേഴ്സ് ഇതേപോലെ എഴുതി പ്രൊഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഡിജിറ്റ്സിന്റെ പ്രൊഡക്റ്റ് കാണുകയാണെങ്കിൽ ഇതേപോലെ 2 3 5 7 11 13 17 19 അങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണ് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതെങ്കിൽ, ദാറ്റ് മീൻസ് പ്രൈം ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ നമ്പേഴ്സിനെല്ലാം കൺസിഡർ ചെയ്യാം. സോ നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 10 മുതൽ 99 വരെയുള്ളതിൽ 8 എണ്ണം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇതേപോലെ എഴുതി നോക്കുകയാണെങ്കിൽ നമുക്ക് 8 എണ്ണം മാത്രമേ പ്രൈം ആയിട്ട് പ്രൊഡക്റ്റ് പ്രൈം ആയിട്ട് വരത്തക്ക രീതിയിൽ കിട്ടുള്ളൂ. സോ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ്, ദാറ്റ് ഈസ് 8 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ്, ദാറ്റ് ഈസ് 90 ആണ് എന്ന് കിട്ടി. രണ്ടും ഈവൺ നമ്പേഴ്സ് ആണ്. നമുക്ക് 2 വെച്ച് ക്യാൻസൽ ചെയ്യാം, 4/45 എന്ന് കിട്ടും. സോ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 4/45 ആണ്. ക്ലിയർ ആയില്ലേ? Then our last question, 2 dice with faces numbered from 1 to 6 are rolled together. What are the possible sums? Which of these sums has the maximum probability? അതായത് 1 മുതൽ 6 വരെ നമ്പേഴ്സ് എഴുതിയ 2 ഡൈസുകളെ തമ്മിൽ റോൾ ചെയ്യുന്നു. അങ്ങനെ റോൾ ചെയ്യുമ്പോൾ കിട്ടിയ നമ്പേഴ്സിന്റെ സമ്മ് കാണാം. കണ്ടതിന് ശേഷം അവിടെ വരുന്ന നമ്പേഴ്സ്, ദാറ്റ് മീൻസ് സംസിലെ മാക്സിമം പ്രോബബിലിറ്റി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 2 ഡയസ് തന്നിട്ടുണ്ട്. ആ 2 ഡയസിനെ റോൾ ചെയ്യുന്നു. 1 to 6 വരെയുള്ള നമ്പേഴ്സ് ആണ് 2 ഡയസിലും പറഞ്ഞിട്ടുള്ളത്. ആ 2 ഡയസിന് ഇടുന്ന സമയത്ത് ഉണ്ടാവുന്ന സം എന്ന് പറയുന്നത് 1ഉം 1ഉം 2 ആണ്. 1 2 3 1 3 4 1 + 4 5 1 + 5 6 1 + 6 7. ഇതേ ഫോർമാറ്റിൽ മേക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പ്രോബബിലിറ്റീസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. 6 ആണ് രണ്ടാമത്തെ ഡൈസിൽ വരുന്ന. ആദ്യത്തെ ഡൈസിൽ 6 വരികയാണെങ്കിൽ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 + 6, ദാറ്റ് ഈസ് 12 ആയിരിക്കും അല്ലേ? അതായത് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 6, ഉണ്ടാക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 6 × 6, ദാറ്റ് മീൻസ് 36 ആണ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ് ഇസ് ഈക്വൽ ടു 6 × 6 36 എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ മാക്സിമം പ്രോബബിലിറ്റി വരുന്ന തരത്തിലുള്ള സം ഏതാണ് എന്നുള്ളതാണ്. ഇവിടെ നോക്കുന്ന സമയത്ത് 2 ആണോ ഏറ്റവും കൂടുതലുള്ളത്, 3 ആണോ, 4 ആണോ, 5 ആണോ, 6 ആണോ, ദെൻ 7 ഉണ്ട്, 8 വരുന്നുണ്ട്, 9 ഉണ്ട്, 10 11
12. ഇത്രയും നമ്പേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ തവണ വരുന്ന നമ്പർ ഏതാണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് മാക്സിമം പ്രോബബിലിറ്റി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്ന സമ്മിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ ഏതാണ് എന്ന് നോക്കണം. നോക്കുന്ന സമയത്ത് 7 7 7 7 7 7. ദാറ്റ് മീൻസ് 6 times 7 വരുന്നു എന്നുള്ളതാണ് നമുക്കിത് മനസ്സിലാവുന്നത്. അതായത് 7 ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 6 times ആണ്. സോ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 6ഉം ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 36ഉം ആണ്. സോ മാക്സിമം പ്രോബബിലിറ്റി is equal to number of favorable outcomes 6 divided by total number of favorable outcomes, that is 36. So probability is equal to 6 by 36, that is equal to 1 by 600. Okay, clear idea? Okay, thank you.